ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. യെസ്, അപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഫിസിക്സിലെ പ്രോബ്ലങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാണ് അല്ലെ? ഭയങ്കര പേടിയാണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക അല്ലെ? തിയറി ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെ അത് എന്ത് ചെയ്യും, തട്ടിമുട്ടി പഠിച്ചു പോവും. പ്രോബ്ലം വരുന്ന സമയത്ത് അയ്യോ എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അല്ലെ? കുറച്ച് പേർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്തായിരിക്കും അതിന് കാരണം? സോ നമ്മളൊരു ഫിസിക്സ് പ്രോബ്ലം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അതിലെ ആ ഫിസിക്സ് പ്രോബ്ലത്തിലെ മാത്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആൻഷ്യസ് ആവാണ് അല്ലെ? അപ്പൊ ഈ ഫിസിക്സ് പ്രോബ്ലം ചെയ്യുന്ന ബ്രെയിനിലെ ഭാഗവും നമ്മൾ ആൻഷ്യസ് ആവുന്ന ബ്രെയിനിലെ ഭാഗവും എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഈ രണ്ട് ഭാഗം, അതായത് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രെയിനിലെ ഭാഗം കൂടുതലായിട്ട് എന്തിനാണ് നമ്മൾ ആൻഷ്യസ് ആവുന്ന, ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസൈറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു എളുപ്പമുള്ള പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ആവുക അല്ലെ? നമ്മൾ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട് എന്ത് ചെയ്യുക, നമ്മൾ വലിയ പ്രശ്നങ്ങൾ നേരിടാൻ കെൽപ്പുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി. അപ്പൊ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പ്രോബ്ലംസ് അവിടുന്ന് എവിടുന്നാണോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലംസ് എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്ന് കരുതാം. ഓക്കെ, ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ മക്കളെ? ആ ക്വസ്റ്റ്യൻ ഒരു കഥയാവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം, ഒരു ന്യൂമറിക്കൽ നിങ്ങൾക്ക് ഒരു കഥ രൂപത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ പ്രോബ്ലത്തിലെ ആ കഥ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് അതിൽ പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് കോംപ്രഹെൻഡ്. ഓക്കെ, എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. റീഡ് ആൻഡ് കോംപ്രഹെൻഡ്. ഓക്കെ, കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുക, അതിനെ കോംപ്രഹെൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ നമ്മളത് വായിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറെ വാല്യൂസ് ആ കഥയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും അല്ലെ? വെലോസിറ്റിയുടെ വാല്യൂസ് ഉണ്ടായിരിക്കാം, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആക്സിലറേഷന്റെ വാല്യൂ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഏതിൻ്റെയിലൊക്കെ വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതിൽ തന്നിട്ടുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ആ തന്ന ഡാറ്റ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, എക്സ്ട്രാക്ട് ദി ഡാറ്റ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, എക്സ്ട്രാക്ട് ദി ഡാറ്റ. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാസ് തന്നിട്ടുണ്ടെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ലെറ്റ്സ് സേ 10 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എം ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം തന്നെ ആദ്യം എഴുതാം. ഓക്കെ, ആദ്യം കൃത്യമായി വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാല്യൂ നല്ല വൃത്തിയിൽ എടുത്ത് എഴുതുക. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ ലെറ്റ്സ് സേ 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളതെന്ന് കരുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, മിസ്സായിട്ടുള്ള പോലെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവുക ഫോഴ്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് എന്ന് കരുതാം. ഓക്കെ, ഫോഴ്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണെന്ന് കരുതാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന വേരിയബിൾ എല്ലാം കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, മാസും ആക്സിലറേഷനും ഫോഴ്സും എല്ലാം കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ദെൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ലോ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, എടുത്തെഴുതാം. ഓക്കെ, സോ എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ. ഓക്കെ, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ എടുത്തെഴുതാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, കൃത്യമായിട്ട് എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക, അതിൽ തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ് ഇക്വേഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതെന്ത് ചെയ്യുക,
എടുത്തെഴുതുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ തന്നിരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യുക? ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ് ഇൻടു ദി ഫോർമുല. ഈ ഫോർമുലയിലേക്ക് എന്ത് ചെയ്യുക മക്കളെ? ഈ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്ര പണിയുള്ളൂ. എന്താ വരിക? എഫ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 20. ഓക്കെ, 10 ഇൻറ്റു 20 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഫിസിക്സ് പ്രോബ്ലങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബേസിക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്ത് ചെയ്യുക, 12 അല്ലെങ്കിൽ 15 വരെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. എന്താണ് 10 ഇൻറ്റു 20 എന്ത് വരും? 200. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ എടുത്തു എന്നുള്ളൂ. വേറെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോ ഇവിടെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലം കാണുമ്പോൾ പേടിച്ചോടുന്നതിന് പകരം മാക്സിമം പ്രോബ്ലംസ് എന്ത് ചെയ്യുക? എവിടുന്നൊക്കെയാണോ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യുന്നത്, അതായത് നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് കിട്ടുന്നത്, അതെല്ലാം മാക്സിമം സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്ത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് +1ലേക്കും +2ലേക്കും ഒക്കെ എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ അപ്ലൈഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് എന്താവും? ആ പേടി നമുക്ക് മാറി കിട്ടും. അപ്പൊ പ്രാക്ടീസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യുക മക്കളെ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മക്കളെ, ഞാൻ ഒരു ഉറപ്പ് തരാം, ഫിസിക്സിൽ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ, ബോർഡ് എക്സാം ആയിക്കോട്ടെ, എന്ത് എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് മാറില്ല. ഓക്കെ, സോ അപ്പൊ അത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ യുവർ ഫേവറേറ്റ് രജാ കെ, സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.